هذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെള്ളിയാഴ്ച ദിവസത്തിൽ അവന്റെ പള്ളിയിൽ ഒരുമിപ്പിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ചതമ്പുരാൻ മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്ന മാതാപിതാക്കൾക്കും അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിരത്തി 1948 ജനുവരി 30 വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിന് അകത്ത് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയ പ്രമുഖൻ അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു വൈകുന്നേരം സായാഹ്ന സവാരി കഴിഞ്ഞ് സർക്കാർ മന്ദിരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തോട് തന്റെ അംഗരക്ഷകർ പറഞ്ഞു, ഗാന്ധിജിക്ക് വെടിയേറ്റിട്ടുണ്ട്. അദ്ദേഹം സ്തബ്ധനായി പോയി. അദ്ദേഹം ആദ്യം ചോദിച്ചത് ദശലക്ഷക്കണക്കായ മനുഷ്യന്മാര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ആരാണത് ചെയ്തത്? അപ്പോൾ അംഗരക്ഷകൻ പറഞ്ഞു, സാർ, ഞങ്ങൾക്കറിയില്ല. ഉടനെ അദ്ദേഹം സർക്കാർ മന്ദിരത്തിൽ നിന്ന് പുറത്തു ചാടി അദ്ദേഹത്തിന്റെ പത്രകാര്യ സെക്രട്ടറിയായ ബെൽജോൾസനെ കണ്ടുപിടിച്ച് മുറ്റത്ത് കാത്തുകിടന്ന കാറിലേക്ക് ധൃതിയിൽ കയറി ബിർള ഹൗസിലേക്ക് ധൃതിയിൽ കാർ ഓടിച്ചു പോവുകയാണ് ഗവർണർ ജനറൽ. അവിടെ ചെന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, നൂറുകണക്കായ മനുഷ്യന്മാർ കൂടി നിൽക്കുന്നു. എല്ലാവരും മൂകമായൊരു അന്തരീക്ഷത്തിൽ വല്ലാതെ ദുഃഖിതരായി നിൽക്കുന്ന കാഴ്ചയാണ് മൗണ്ട് ബാറ്റൻ കാണുന്നത്. ജനം അക്രമാസക്തരായേക്കുമോ എന്ന് മൗണ്ട് ബാറ്റന് പേടിയുണ്ടായി. അദ്ദേഹം തന്റെ പ്രസ്കാര സെക്രട്ടറി ബെൽജോൺസന്റെ കൂടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ തള്ളിക്കയറി ബിർള ഹൗസിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് ഒരാള് ഉന്മത്ത ഭാവത്തിൽ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടത്. ഒരു മുസ്ലിമാണത് ചെയ്തത്. ഇത് കേട്ടതോടുകൂടി ബിർള ഹൗസിലേക്ക് ജനങ്ങളെ തള്ളി അതിൻ്റെ ഇടയിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന മൗണ്ട് ബാറ്റൻ തിരിഞ്ഞു നിന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, എടോ വിഡ്ഢി, നിനക്കറിയില്ലേ ഒരു ഹിന്ദുവാണ് അത് ചെയ്തത് എന്ന്. അങ്ങനെ അദ്ദേഹം മൗണ്ട് ബാറ്റൻ തന്റെ പ്രസ്കാര സെക്രട്ടറിയോടൊപ്പം ബിർള ഹൗസിലേക്ക് കടന്നു പോകുമ്പോൾ ബെൽജോൺസൺ ചോദിക്കുന്നുണ്ട്, പ്രസ്കാര സെക്രട്ടറി ചോദിക്കുന്നുണ്ട്, സാർ, നിങ്ങൾ എങ്ങനെയാണ് അതൊരു മുസ്ലിമാണ് ചെയ്തത്, ഹിന്ദുവാണ് ചെയ്തത് എന്നറിഞ്ഞത്?
ഗാന്ധിജിയെ വെടിവെച്ചതൊരു ഹിന്ദുവാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് മൗണ്ട് ബാറ്റനോട് ചോദിച്ചപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞ മറുപടി, അതെനിക്കറിയില്ല. ഒരു ഹിന്ദുവാണ് ഗാന്ധിജിയെ വെടിവെച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഒരു മുസ്ലിമാണ് ഇത് ചെയ്തതെങ്കിൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ കൂട്ടക്കൊല ഇന്ത്യയിൽ നടക്കാൻ പോകുക. അതില്ലാതിരിക്കാനാണ് ഹിന്ദു മുസ്ലിമാണ് ചെയ്തതെന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യനോട് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഉച്ചത്തിൽ അല്ല, അതൊരു ഹിന്ദുവാണ് ചെയ്തത് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ ഈ സംഭവം വിവരിക്കുന്നു. ഞാനത് പറഞ്ഞത്, പുര കത്തുമ്പോൾ കൈക്കോലൂരുക എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് രാഷ്ട്രീയമായ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ എവിടെയുണ്ടാകും. അത് നമ്മൾ രാജ്യത്ത് നാളുകളായി കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് എവിടെ നടക്കുമ്പോഴും ഈ രാഷ്ട്രീയ ലാഭക്കാര് ലാഭമെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ചുമതല എക്കാലഘട്ടത്തിലും മുസ്ലിമീങ്ങളുടെ മാത്രം ബാധ്യതയായി മാറുകയാണ്. അതുകൊണ്ടാണ് എവിടെയും ഭീകരാക്രമണം നടക്കുമ്പോൾ ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഞങ്ങളുടെ മതം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഈ ഒരു ബാധ്യത ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരാള് ഭീകരാക്രമണങ്ങൾ നടത്തുമ്പോൾ അയാളുടെ മതക്കാര് മറുപടി പറയേണ്ടി വരുന്നില്ല. കളമശ്ശേരി സ്ഫോടനം നടത്തിയ മാർട്ടിൻ, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. സ്വയം സമ്മതിച്ചു ഞാനാണത് ചെയ്തതെന്ന്. 8 പേര് കൊല്ലപ്പെട്ടു. പക്ഷെ മാർട്ടിൻ ഇത് ചെയ്യുമ്പോ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും പറഞ്ഞില്ല അതിൽ ക്രിസ്തു മതത്തിന് പങ്കില്ല എന്ന്. ഒരു പള്ളികളിലും ഇടയലേഖനം വായിച്ചിട്ടില്ല. അവർക്കത് തള്ളി പറയേണ്ട ആവശ്യമില്ല. അവരെയോ അവരുടെ മതത്തെയോ ഭീകരവാദികളെന്ന് ഈ രാജ്യത്ത് ചിത്രീകരിക്കപ്പെടുകയില്ല. മക്ക മസ്ജിദ് സ്ഫോടനവും സംജോത എക്സ്പ്രസ് സ്ഫോടനം ഉൾപ്പെടെ മാലഗാവ് സ്ഫോടനം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്ത് നടന്ന നിരവധി സ്ഫോടനങ്ങളിൽ സ്വാമി അസിമാനന്ദയെ പോലെയുള്ള, പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ പോലെയുള്ള സന്യാസിമാർ, കഷായ വസ്ത്രധാരികൾക്ക് പങ്കുണ്ട് എന്ന് കൃത്യമായി രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചിട്ടും ഒരു ഹിന്ദു സംഘടനകളും അവരെ തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല. അത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമല്ല, മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് ഹിന്ദു സംഘടനകൾക്ക് തള്ളിപ്പറയേണ്ടി വരികയോ അവരുടെ അമ്പലങ്ങളിൽ അങ്ങനെ പ്രസംഗിക്കേണ്ടി വരികയോ ചെയ്യുന്നില്ല. മറിച്ച് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം പേരുകാരൻ അല്ലെങ്കിൽ അവന്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു ഭീകരവാദമോ സ്ഫോടനമോ നടക്കുമ്പോൾ ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഞങ്ങൾ നിരപരാധികളാണെന്നും ഞങ്ങളുടെ മതത്തിനതിൽ പങ്കില്ലെന്നും ഞങ്ങളുടെ മതം സമാധാനമാണെന്നും പറഞ്ഞ് സമർത്ഥിക്കേണ്ട ഒരു പൊതുബോധം ഈ രാജ്യത്ത് നാളുകളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധത്തിനനുസരിച്ച് നീങ്ങാനേ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഇപ്പൊ കഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അടുത്ത ദിവസം നടന്ന കാശ്മീരിലെ ഭീകരാക്രമണം, അതുമായി ബന്ധപ്പെട്ട് രാജ്യം അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുകയും അത്തരം നടപടികളുമായി രാജ്യം മുന്നോട്ട് നീങ്ങുകയാണ്. അത് രാജ്യം ചെയ്യേണ്ടതാണ്. ഭീകരവാദികളെ പിടികൂടണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, ഈ രാജ്യത്ത് ഭീകരവാദം ഇല്ലാതാകണം. അത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമാണ്. കാരണം ഭീകരതയ്ക്ക് മണ്ണിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഇത് ഭീകരതയുടെ മണ്ണല്ല, ഈ രാജ്യം സമാധാനത്തിന്റെ മണ്ണാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും മറ്റേത് പൗരന്മാരെ പോലെ തന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഗവൺമെന്റിന്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ഭീകരവാദികളെ കൃത്യമായി പിടികൂടപ്പെടണം. ആരാണ് ഭീകരവാദികളെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടണം. ഭീകരവാദികൾ ശിക്ഷിക്കപ്പെടണം, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിന്റെ പേരിൽ ഒരു മതവേട്ട അത് പാടില്ല.
അതേപോലെ തന്നെ കാശ്മീരി പോലെയുള്ള അതിപ്രധാനമായ മേഖലയിൽ രാജ്യത്തിന്റെ വലിയ സുരക്ഷ നിലനിൽക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള സുരക്ഷാ വീഴ്ചയും ചർച്ച ചെയ്യപ്പെടുകയും പരിശോധിക്കപ്പെടുകയൊക്കെ വേണം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഭീകരവാദത്തിന് രാജ്യമെതിരാണ്, നമ്മളെതിരാണ്, മതങ്ങളും എതിരാണ്. പക്ഷേ പേര് ചോദിച്ചു വെടിവെച്ചു എന്ന് പറഞ്ഞ് അതൊരു മതവിഭാഗത്തിന്റെ തലയിൽ വച്ചു കെട്ടാൻ വേണ്ടി ശ്രമം നടക്കുന്നത് അതൊരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറെ നല്ല മനോഹരമായ കാഴ്ചകളും നമ്മൾ കണ്ടു, പലതും നമ്മൾ കേട്ടു. ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഈ മരണപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അദ്ദേഹം മരിച്ചത് ടൂറിസ്റ്റുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ തന്റെ കുടുംബത്തിന്റെ ആശ്രയമായ ആ മനുഷ്യൻ ജീവൻ പൊലിഞ്ഞത് ഭീകരവാദികളുടെ വെടിയുണ്ടയിൽ നിന്നും നിരപരാധികളായ മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് കാണാതെ പോകരുത്. അതേപോലെ നമ്മുടെ രാജ്യത്ത് എറണാകുളത്തടക്കം രാമചന്ദ്രന്റെ മകളടക്കം ആരതി അടക്കം പറഞ്ഞ പല വസ്തുതകളുണ്ട്. ഞങ്ങളെ രക്ഷിച്ചത് മുസ്ലിം സഹോദരങ്ങളാണ്, ഞങ്ങളുടെ ഡ്രൈവർമാരായ മുസാഫിറും സമീറുമാണ് രക്ഷിച്ചതെന്നും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥന നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഭർത്താവ് മരണപ്പെട്ട പല്ലവി അവരും പറഞ്ഞത് ഇത് തന്നെയാണ്. കാശ്മീരിലെ മുസ്ലിമീങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പേരെടുത്തു പറയുന്ന അവസ്ഥയാണ്. അവിടെയുള്ള പള്ളികളിലൂടെയാണ് ഈ ഭീകര ആക്രമണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. കാശ്മീരുകൾ ബന്ദ് നടത്തിയാണ് ഭീകരവാദത്തിനെതിരെ പോരാടിയത്. ഇതൊക്കെ നമ്മൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് കണ്ട കാഴ്ചകളാണ്. അപ്പൊ ഇതെല്ലാം മറന്നുകൊണ്ട് ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഒരു ഭീകരാക്രമണത്തെ കൊണ്ട് ശ്രമിക്കുന്നത് അതൊരു രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. ഭീകരവാദത്തിന് മതമില്ല, ഒരു മതവുമില്ല. ഭീകരവാദികളുടെ മതം ഭീകരത തന്നെയാണ്. ഇസ്ലാമിനെ ചാഴ്ത്താൻ പറ്റിയ ഒരു പേരല്ല ഭീകരവാദം. ആ മേലാപ്പ് ഇസ്ലാമിന് പറ്റൂല. ഇസ്ലാമിൽ എവിടെയും അങ്ങനെ ഒരു പദപ്രയോഗമില്ല, അങ്ങനെ ഒരു ആശയവുമില്ല. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. മൻ ഖതല മുആഹിദൻ ലം യരിഹ് റായിഹത്തുൽ ജന്ന. ഒരു അമുസ്ലിമായ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭ്യമല്ല. വ ഇന്ന റീഹാ ലതൂജദു 40 വർഷത്തിനപ്പുറം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം അതുപോലും ലഭ്യമല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഭീകരവാദത്തിനെതിരെയുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിലും അള്ളാഹു പ്രഖ്യാപിക്കുന്നത് തന്നെയാണ്. ജീവന് വിലയുണ്ട്. മനുഷ്യന്റെ ജീവന് മാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും പോലും ജീവന് വില കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് നിനക്ക് അള്ളാഹു ജീവികളെ അറുത്തു ഭക്ഷിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അറക്കാനല്ലാതെ ഒരു ജീവിയെ നീ, ഭക്ഷിക്കാനല്ലാതെ ഒരു ജീവിയെ നീ അറക്കാൻ പാടില്ല. ഒരു ജീവിയുടെ ജീവൻ നീ നഷ്ടപ്പെടുത്തുന്നത് നിനക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ആ ജീവിക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി നിന്നോട് പറയും. നിന്നെ കൊണ്ടത് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഒരു നിരപരാധിയെ കൊല്ലൽ ഈ മതത്തിന്റെ ഭാഗമാകുക? മിൻ അജ്ലി ദാലിക കതബനാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല ചെയ്തു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമിയാ, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഒരാളെ കൊന്നാൽ മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ്. 800 കോടി മനുഷ്യന്മാർ ഇപ്പൊ ലോകത്തുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരാളെ കൊന്നാൽ, ഒരു നിരപരാധിയെ കൊന്നാൽ ഈ 800 കോടി മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഇത്ര ക്രൂരമാണ്, നിഷിദ്ധമാണ് പരിശുദ്ധ ഇസ്ലാമിൽ കൊലപാതകം എന്നുള്ളത്. ഒരാളെ കൊല്ലാതെ വിട്ടാൽ മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുത്തതിന് തുല്യമാണ്. അപ്പൊ ജീവന്റെ പവിത്രത ഇത്രമേൽ മാനിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ജീവന്റെ മാന്യത അത് വകവച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ മേൽ നീ ആയുധം ചൂണ്ടിയാൽ ആ ആയുധം നിലത്ത് വയ്ക്കുന്നത് വരെ നിന്നെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാളുടെ മേൽ ആയുധം ചൂണ്ടുന്നത് പോലും കുറ്റകരമാണെന്ന് പഠിപ്പിക്കുന്ന, മലക്കുകളുടെ ശാപത്തിന് കാരണമാണെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് ഭീകരതയുടെ മേലാപ്പ് ഈ മതത്തിന്റെ പേരിൽ ചാർത്താൻ ആരും വരണ്ട. ഈ മതത്തിൽ ഭീകരതയില്ല.
തന്നെയല്ല, രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാജ്യസ്നേഹം അളക്കാനുള്ള തെർമോമീറ്റർ ഒന്നും ഈ രാജ്യത്തുണ്ടാവില്ല. ഞങ്ങൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മക്കളാണ്. പിന്നിൽ നിന്ന് വെടിവെച്ചാണ് നിങ്ങൾ കൊല്ലാറുള്ളത്. പോരാ, എന്റെ മുന്നിൽ നിന്ന് വെടിവെക്കണം, എനിക്ക് മണ്ണ് കണ്ട് മരിക്കണമെന്ന് പറഞ്ഞ വാര്യംകുന്നത്തിന്റെ മക്കളാണ്. ഞങ്ങൾ രാജ്യസ്നേഹികളാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന ടിപ്പു സുൽത്താന്റെ അനുയായികളാണ് ഞങ്ങൾ. കാർഗിലിൽ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത രക്തസാക്ഷികളുടെ പിൻഗാമികളാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരിക്കലും രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല. ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന അവസാന ഭരണാധികാരിയെ നാടുകടത്തുമ്പോ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം എന്തായിരുന്നു എന്നറിയൂ? അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ മണ്ണൊരു പിടി വാരിയിട്ട് എന്നെ കബറടക്കുമ്പോൾ എന്റെ കബറിൽ ഈ മണ്ണ് വെക്കണം. ഞാൻ എവിടെ കിടന്നു മരിച്ചാലും ഈ രാജ്യത്തെ ഒരു പിടി മണ്ണ് എന്റെ കബറിൽ വെക്കണം എന്ന് പറഞ്ഞ ബഹദൂർ ഷാ സഫറിന്റെ അനുയായികളാണ് ഞങ്ങൾ. രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ രാജ്യത്തോടൊപ്പം എന്നും നിന്നവരാണ്. പക്ഷെ ഒറ്റുകാരുടെ ചരിത്രം നിങ്ങൾക്കുണ്ട്. ഈ അടുത്ത കാലത്ത് 2010 മുതൽ ഈ രാജ്യത്തെ പാകിസ്ഥാന് വേണ്ടി ഒറ്റിക്കൊടുത്ത ആളുകളുടെ പേര് പരിശോധിക്കും. മാധുരി ഗുപ്ത എന്ന് പറയുന്ന 2010 2 വർഷക്കാലം പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ഒത്തുകളിച്ച് ഇന്ത്യയുടെ അഫ്ഗാൻ ഓപ്പറേഷനെ കുറിച്ച് ഒറ്റിക്കൊടുത്തയാളാണ് മാധുരി ഗുപ്ത. മുസ്ലിം അല്ല. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തത് പെണ്ണിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, എന്റെ മേലുദ്യോഗസ്ഥൻ എന്നോട് കാണിച്ച അവഗണനയുടെ പേരിലാണ്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന പ്രമോഷൻ കിട്ടിയില്ല. മേലുദ്യോഗസ്ഥനോടുള്ള പക തീർക്കാൻ വേണ്ടി രാജ്യത്തിന്റെ രഹസ്യങ്ങളെ ഒറ്റിക്കൊടുത്തു എന്ന് സമ്മതിച്ചയാളാണ് മാധുരി ഗുപ്ത. 2010 അന്ന് BJP അധികാരത്തിൽ വന്നിട്ടില്ല. 2007 2005 ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി ഒറ്റിക്കൊടുത്ത ആളുകൾ അവരൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല. ഈ അടുത്ത കാലത്തെ ലിസ്റ്റ് പരിശോധിക്കും. ആയുധ നിർമ്മാണക്കാരുമായ BJPയുടെ ഐക്യസെൽ മേധാവിയായ ആളുകളേക്കല്ലേ പാകിസ്ഥാന് വേണ്ടി രാജ്യത്തിന്റെ രഹസ്യം ഒറ്റിക്കൊടുത്ത വകയിൽ പിടിക്കപ്പെട്ടത്? അതിലേതെങ്കിലും മുസ്ലിം പേരുകാരുണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കുകയില്ല. ഞങ്ങൾ ഒറ്റുകാരല്ല. ഒറ്റിയൊരു ചരിത്രം ഞങ്ങൾക്കില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന്റെ പൗരന്മാരായി രാജ്യത്തെ സ്നേഹിച്ച് ഇതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത്. ആധുനിക ഇന്ത്യ കണ്ട 2 അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യയുടെ വിഭജനമാണ്, മറ്റൊന്ന് ബാബരി മസ്ജിദിന്റെ തകർച്ചയാണ്. ഇത് രണ്ടിന്റെയും ഇരകൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളാണ്. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനുമായി വേർതിരിഞ്ഞു. രാജ്യം വിഭജിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഏറ്റവും ആഗ്രഹിച്ച ആളുകൾ മുസ്ലിമീങ്ങളായിരുന്നു. കാരണം രാജ്യം വിഭജിക്കരുതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഗാന്ധിജി അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിലും രാജ്യത്തിന്റെ വിഭജനം ഒഴിവാക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. പക്ഷെ അത് തന്റെ ശിഷ്യന്മാരായ നെഹ്റുവും പട്ടേലും അംഗീകരിച്ചില്ല. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ആഘോഷിക്കുമ്പോ ബംഗാളിലെ നഖവാലയിലായിരുന്നു ഗാന്ധിജി. ബംഗാളിലെ നഖവാലയിൽ അലഞ്ഞു നടക്കുന്ന ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, ഗാന്ധിജി, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ ആഘോഷിക്കുന്നില്ലേ? അന്ന് നഖവാലയിൽ നിന്നുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ മറുപടി, ഈ രാജ്യം കത്തുമ്പോൾ എനിക്കെങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കഴിയുക? 80,000 മനുഷ്യന്മാരാണ് സ്വതന്ത്രാനന്തരം ഇവിടെ കൊല്ലപ്പെട്ടത്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അഭയാർത്ഥികളായി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക്. രാജ്യം കത്തുന്ന സമയത്ത് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ എനിക്കെങ്ങനെ കഴിയുമെന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്, ഗാന്ധിജി ചോദിച്ചത്. ഇന്ത്യയുടെ വിഭജനം ഒരിക്കലും ഞങ്ങളുടെ ആഗ്രഹമായിരുന്നില്ല. രാജ്യം വിഭജിക്കപ്പെടരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് പിന്നീട് ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുഷ്ടമായ അനുഭവങ്ങൾ അതും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കാണ് പേറേണ്ടി വന്നത്. അതുകൊണ്ട് രാജ്യം ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ നേരിടുമ്പോൾ ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ്. പക്ഷെ രാജ്യത്ത് നീതി നടപ്പിലാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി സൗദി സന്ദർശിക്കുന്ന വേളയിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ സൗദിയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. ഭീകരവാദികളെ എങ്ങനെ അമർച്ച ചെയ്യണമെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ പോലും പറയുന്നുണ്ട് ഭീകരവാദത്തെ എങ്ങനെയാണ് അമർച്ച ചെയ്യേണ്ടത്. ഒരു ഭീകരവാദിയോട് രാജിയാകാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഭീകരവാദികളോട് രാജിയായ ചരിത്രമാണുള്ളത്. 1999
ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കാശ്മീരിലെ ഭീകരരെന്ന് പറയപ്പെടുന്നവർ കാണ്ഡഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയി. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കി യാത്രക്കാരെ സഹിതം. അവരാവശ്യപ്പെട്ടത് 35 ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടയക്കണം, ഇല്ലെങ്കിൽ മുഴുവൻ യാത്രക്കാരെയും കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 850 കോടി രൂപ തരണം. ഒരു യാത്രക്കാരനെ കൊന്നു വെളിയിലേക്ക് ഇട്ടു. ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങളോട് സംസാരിക്കാൻ, ചർച്ച നടത്താൻ ഒരു പ്രതിനിധി സംഘത്തെ നിയമിക്കണം, അവരുടെ ആവശ്യമാണ്. അവസാനം അവർ പറഞ്ഞു 15 പേരെങ്കിലും വിടണം. വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് അന്ന് കാണ്ഡഹാറിലെത്തി ഇവരാവശ്യപ്പെട്ട ഭീകരരെ വിട്ടിട്ടാണ് വിമാനം മോചിപ്പിച്ചത്. ഭീകരർക്ക് മുന്നിൽ രാജ്യം കീഴടങ്ങുകയാണ്. അപ്പൊ ഭീകരർക്ക് മുന്നിൽ കീഴടങ്ങാനല്ല ഇസ്ലാമിക രാഷ്ട്രം ഭീകരരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായല്ലോ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തല്ലേ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടി, സ്വന്തം മകളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. ഉടനെ അദ്ദേഹം പ്രധാനമന്ത്രി VP സിംഗുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു ധാരണയിലെത്തി അവരുടെ ആവശ്യം അംഗീകരിക്കാം. അവരാവശ്യപ്പെട്ടത് 8 പേരെ വിട്ടയക്കാനാണ്. 3 പേരെ വിട്ടയച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ മകളെ മോചിപ്പിച്ചത്. ഭീകരർക്ക് മുന്നിൽ കീഴടങ്ങാൻ. പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചത് ഭീകരർക്ക് മുന്നിൽ കീഴടങ്ങാനല്ല, അത് സൗദിയിൽ നിന്ന് പഠിക്കാനുണ്ട്. 1979 നവംബർ 20 സൗദി ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത ദിനമായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഇതിൽ നിന്ന് പാഠം പഠിക്കാനുണ്ടെന്ന്. ജുഹൈമാനി എന്ന് പറയുന്ന ഭീകരവാദിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ ഇമാം മഹദിയായി അഭിനയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് കടന്നു. 79 നവംബർ 20 സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. ഹറം ഷരീഫിൽ ഇമാമ് കയറി, ഇമാമ് നിന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ ഹറം ഷരീഫിൽ അവിടെവിടെയായി പലരും എഴുന്നേറ്റ് നിന്നു. ജുഹൈമാനി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹറം ഉപരോധിച്ചിരിക്കുകയാണ്, ഹറം ഞങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്, ആരും പുറത്തു പോകാൻ പാടില്ല. ഇമാമിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട് പ്രഖ്യാപിച്ചു, ഈ രാജ്യത്തിന്റെ ഭരണം സൗദി ഗവൺമെന്റ് ഒഴിയണം, മഹദി ഇമാം വന്നിട്ടുണ്ട്, ഖുദ്സ് മോചിപ്പിക്കപ്പെടണം, അക്രമികളായ ഭരണാധികാരികൾ അധികാരം ഒഴിയണം എന്ന് പറഞ്ഞ് സൗദിയുടെ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി നവംബർ 20 സുബഹി നമസ്കാരാനന്തരം അവിടെ നിന്നിട്ട് പ്രഖ്യാപനം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇമാം മഹദി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു. ഹജറുൽ അസ്വദിന്റെയും പരിശുദ്ധമായ കഅബയുടെ വാതിലിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ കൊണ്ടുപോയി കഹ്താനിനെ നിർത്തിയിട്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് മഹദി ഇമാം, എല്ലാവരും ബയ്യത്ത് ചെയ്യണം. കഅബയുടെ പരിശുദ്ധമായ ഹറമിന്റെ വാതിലുകളൊക്കെ അടച്ചു. ഇവർ ഹറം കീഴടക്കി. മുനാരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് വെടിയുതിർക്കാൻ തുടങ്ങി. സൗദി ഗവൺമെന്റ് സ്തബ്ധമായി പോയൊരു സമയമായിരുന്നു അത്. സൗദി അതിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രംഗത്തെ നേരിട്ടിട്ടില്ല. ഹറമാണ്, ഹറമിൽ വെച്ച് വെടിവെക്കാൻ പാടില്ല, ഹറം പരിശുദ്ധമാണ്, ഹറമിൽ ആക്രമണം പാടില്ല. സൗദി ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിന്ന സമയമായിരുന്നു. ദിവസങ്ങളോളം ഇമാമിനെ വരെ ബന്ദിയാക്കി. ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഹറമിനകത്ത് ബന്ദികളാക്കപ്പെട്ടു. ഈ ഭീകരവാദികളുമായി സംസാരിക്കാൻ കഴിയുന്നില്ല. അവസാനം 89 ദിവസങ്ങൾക്ക് ശേഷമാണ് ബുൾഡോസറുമായി വന്നുകൊണ്ട് ഹറമിന്റെ വാതിലുകൾ ഇടിച്ചു പൊളിച്ചു. ഹറമിന്റെ വാതിലുകൾ ഇടിച്ചു പൊളിച്ച് ബുൾഡോസർ അകത്ത് കയറ്റി ഭീകരവാദികളെ വെടിവെച്ച് വീഴ്ത്തി. ഈ മഹദിയാണെന്ന് വാദിച്ച മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി ഉൾപ്പെടെ ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയിട്ടാണ്. അതിനു മുമ്പ് മുഷാവറ കൂടി. സൗദി പണ്ഡിത സഭ ആലോചിച്ചു, ഹറമിനകത്ത് ഇത് പാടുണ്ടോ നമുക്ക്. അവസാനം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു, ഹറമിൽ ആക്രമണം നടത്തിയാൽ തിരിച്ചാക്രമണം നടത്താം. സൗദി പണ്ഡിത സഭ ഫത്വ കൊടുത്തതോടെ മിലിറ്ററി തയ്യാറായി. ബുൾഡോസറുമായി ഹറമിന്റെ ഗേറ്റുകൾ ഇടിച്ചു പൊളിച്ച് അകത്ത് കയറി ഭീകരവാദികളെ വെടിവെച്ചു കൊന്നുകൊണ്ട് ഹറം ഷരീഫിനെ മോചിപ്പിച്ചു. സൗദിയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭീകരവാദികളെ എങ്ങനെ അമർച്ച ചെയ്യണമെന്ന് രാജ്യം പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്നാണ്. ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. തുർക്കുബ്നു സഅദുൽ അൽ കബീർ എന്ന് പറയുന്ന സൗദി ഫൗസി കുടുംബത്തിൽപ്പെട്ട രാജകുമാരനെ സൗദി ഗവൺമെന്റ് കൊന്നു. അടുത്ത നാളുകളിലാണ്, ഏതാണ്ട് 1-2 വർഷങ്ങൾക്കകം രാജകുടുംബത്തിൽപ്പെട്ട തുർക്കുബ്നു സഅദ് അൽ കബീറിനെ കൊന്നു. എന്തിനായിരുന്നു കൊന്നത്? അദ്ദേഹം
മറ്റൊരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക രാജ്യത്തെ നിയമം. അത് ഏകദേശമൊക്കെ നടപ്പിലാക്കുന്ന സൗദിയിൽ രാജകുമാരന്റെ വധശിക്ഷ നടപ്പിലാക്കി. ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു, ഒരു രാജകുമാരനെ കൊല്ലുകയോ. പക്ഷെ സൗദി സുപ്രീം കോടതി തീരുമാനിച്ചു, വധശിക്ഷ തീരുമാനിച്ചു. സൽമാൻ രാജാവ് അതിനിടയിൽ ഒപ്പിട്ടു, രാജകുമാരൻ കൊല്ലപ്പെടണം, കാരണം അദ്ദേഹം നിരപരാധിയെ കൊന്നിട്ടുണ്ട്. നിരപരാധിയെ കൊന്നവനെ കൊല്ലപ്പെടണം എന്നാണ് ഖുർആനിന്റെ നിയമം. അവിടെ കോടതിക്കാളെ രക്ഷിക്കാൻ അധികാരമില്ല, രാജാവിനെ രക്ഷിക്കാൻ അധികാരമില്ല. അവസാനം രാജകുമാരനെ തുർക്കുബിന് സഈദിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഇശാ കഴിഞ്ഞു, അദ്ദേഹം ഖുർആൻ പാരായണം ആരംഭിച്ചു. രാജകുമാരൻ ഖുർആൻ പാരായണം ആരംഭിച്ചു, നമസ്കാരം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ലക്ഷക്കണക്കിന് മില്യൺ റിയാലുമായി വന്നു. കൊല്ലപ്പെട്ട ആളുടെ പിതാവിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, മാപ്പ് കൊടുക്കണം. നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറാണ്, ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തയ്യാറായില്ല. ഇല്ലെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കൊല്ലുക എന്നുള്ളത് തന്നെ. അവസാനം രാജകുമാരന്റെ വധശിക്ഷ നടപ്പിലാക്കി രാവിലെ 11 മണിക്ക്. ഈ സംഭവത്തെ അഭിനന്ദിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത് നീതി നടപ്പിലാകുന്ന ഒരു രാജ്യം സൗദിയാണെന്നാണ്. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റാണ്. അത് പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, രാജാവാകട്ടെ, പ്രജയാകട്ടെ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ള മാതൃകാപരമായൊരു നിയമം സൗദി ഗവൺമെന്റ് സൽമാൻ രാജാവിന്റെ കാലത്ത് നടപ്പിലാക്കുകയുണ്ടായി. ഇതൊക്കെ അവിടെ പോയ നമ്മുടെ മോദി പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഭീകരതയെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നീതി നടപ്പിലാക്കേണ്ടത്, രാജ്യത്തെ കോടതികൾ നീതി നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്, ആ നീതി കൂടി ഇവിടെ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അന്ന് എഴുതിയിരുന്നു. അതുകൊണ്ട് രാജ്യം ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് ഇരയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭീകരവാദത്തെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ്, ഈ രാജ്യത്തിന്റെ കൂടെയാണ്. അതോടൊപ്പം തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ, പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച നിയമങ്ങൾക്കെതിരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത്. രാജ്യം അപകടകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ഒരിക്കലും ഒരു മതമുള്ളവൻ ബന്ധപ്പെടുകയില്ല. ഭീകരതയ്ക്ക് മതമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിന് ഒട്ടും ചേർന്നതല്ല ഈ ഭീകരത എന്ന മുഖമുദ്ര എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ രാജ്യത്ത് ഒരുപാട് ഭീകരാക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കാശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ ഒരു പ്രദേശം, ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന, ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന, ഇന്ത്യയുടെ അഭിമാനമായി നിലനിൽക്കുന്ന, എന്നും നിലനിന്നിട്ടുള്ള, ഇനിയും ഈ രാജ്യത്തിന്റെ ഭാഗമായി നിലനിൽക്കേണ്ട കാശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ ഒരു പ്രദേശം. ആ പ്രദേശം അവിടുത്തെ സൈലന്റ് വാലിയായി തന്നെ നിലനിൽക്കണം. അത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അവിടെ സമാധാനം ഉണ്ടാകണം, കാശ്മീരിൽ സമാധാനം ഉണ്ടാകണം, രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. തീർച്ചയായിട്ടും മാതൃകാപരമായി കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ള ഒരു വലിയൊരു ഗുണപാഠവും ഒരു ചിന്തയുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും ഭരണകൂടത്തിന്റെ ഒക്കെ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തെ എല്ലാവിധ ഭീകരതയിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. രാജ്യത്ത് അല്ലാഹു തആല സമാധാനം നിലനിർത്തുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണങ്ങൾ നടക്കുകയും നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ കുറിച്ച് ചർച്ചകളൊക്കെ കടന്നു വരുന്നുണ്ട്. അവിടെ അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം ചെയ്തത് 8 കൊല്ലം കൊണ്ട് 82 യുദ്ധമാണ്. അത് മറന്നു പോകണ്ട. ബദർ ഉൾപ്പെടെയുള്ള 82 യുദ്ധമാണ് ആകെ ചെയ്തത്. അള്ളാഹുവിന്റെ റസൂല് പങ്കെടുത്തത് 27 യുദ്ധങ്ങളിലാണ്. 55 യുദ്ധങ്ങൾക്കാണ് പ്രവാചകൻ തന്റെ സൈന്യത്തെ പറഞ്ഞയച്ചത്. 82 യുദ്ധങ്ങളിലായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുസ്ലിം ഭാഗത്തു നിന്ന് ബന്ദികളായി പിടിക്കപ്പെട്ട 11 പേരാണ്. 82 യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നിന്നും ബന്ദികളായി പിടിക്കപ്പെട്ടത് 11 പേരാണ്. പരിക്കേറ്റത് 127 പേരാണ്. ഇതും കൂടെ ഒന്ന് അറിയണമല്ലോ. ആകെ കൊല്ലപ്പെട്ടത് 459 ആളാണ്. മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് ബന്ദികളായി പിടിക്കപ്പെട്ടത് 6564 പേരാണ്. പരിക്കേറ്റവരെ കുറിച്ച് വിവരമില്ല. മുശ്രിക്കുകളുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടത് 459 പേരാണ്. എന്ന് പറഞ്ഞാൽ 82 യുദ്ധം ചെയ്ത റസൂല് മുസ്ലിം ഭാഗത്തു നിന്നും ശത്രു ഭാഗത്തു നിന്നും ആകെ മരണപ്പെട്ടത് 918 പേരാണ്. 918 പേരെ 82 യുദ്ധം ചെയ്ത യുദ്ധത്തിൽ ഇസ്ലാം കൊന്നിട്ടുള്ളൂ. ഇസ്ലാം നല്ല 2 ഭാഗത്തുനിന്നായിട്ട് മരണപ്പെട്ടിട്ടുള്ളൂ. ലോകം കണ്ട യുദ്ധങ്ങൾ നമുക്കറിയാം. ലോകത്ത്
ഈ ഇസ്ലാം ചെയ്ത യുദ്ധം എന്നുള്ളത് മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, ആദർശ സംരക്ഷണത്തിന് വേണ്ടി, പ്രതിരോധം എന്ന നിലയ്ക്ക് ചെയ്ത യുദ്ധത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. ഇവര് ഷഹീദായത്, അല്ലെങ്കിൽ മരണപ്പെട്ടത്. ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇസ്ലാം എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്, ആ ലക്ഷ്യം ഇസ്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്ത് നടന്ന ലോകമഹായുദ്ധങ്ങൾ, ലോകത്ത് നടന്ന വലിയ വലിയ പോരാട്ടങ്ങൾ, എവിടെയെല്ലാം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ ആ യുദ്ധങ്ങൾ മതപരമാണ്, അല്ലെങ്കിൽ മതേതരമാണ്. മതയുദ്ധങ്ങളുണ്ട്, ഭഗവത്ഗീത പറയുന്ന യുദ്ധങ്ങളുണ്ട്, മഹാഭാരതം പറയുന്ന യുദ്ധങ്ങളുണ്ട്, കുരിശ് യുദ്ധങ്ങളുണ്ട്. ഇതൊക്കെ മതയുദ്ധങ്ങളായിരുന്നു. മതത്തിന്റെ പേരിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങളും. ഈ മഹാഭാരത യുദ്ധങ്ങളൊക്കെ, മഹാഭാരത യുദ്ധത്തെ കുറിച്ച് പറയുന്നത് കോടിക്കണക്കിന് മനുഷ്യന്മാരാണ് ഇന്ത്യയിൽ മരിച്ചു വീണത്. കോടിക്കണക്കിന് മനുഷ്യന്മാർ മഹാഭാരത യുദ്ധത്തിൽ മരണപ്പെട്ടു. കുരിശ് യുദ്ധത്തിന് വേണ്ടി പോപ്പ് ആളുകളെ പറഞ്ഞുവിടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അതിലൊക്കെ കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം ആദർശ സംരക്ഷണത്തിന് വേണ്ടിയും പ്രതിരോധത്തിന് വേണ്ടിയും നടത്തിയ യുദ്ധങ്ങളിലാണ് കേവലം 918 പേര് രണ്ട് ഭാഗത്തുനിന്നും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് നിരപരാധികളെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു നയമേ അല്ല, ഇസ്ലാം അതിനെതിരാണെന്ന് കൂടി സാന്ദർഭികമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തെ സമാധാനം നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു ഭീകരർക്ക് എന്താണോ അർഹിക്കുന്ന ശിക്ഷ, അവരാരാണോ ഭീകരർ, അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്കെല്ലാം കൊടുക്കുന്ന രീതിയിൽ രാജ്യത്തെ സമാധാനം നിലനിർത്താൻ അള്ളാഹു ഭരണാധികാരികളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും സ്വസ്ഥമായ ഒരു ജീവിതം ഈ ജനിച്ച നാട്ടിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.